ശരി, CPIM സംസ്ഥാന കമ്മിറ്റിയും ഇന്നാണല്ലേ അരുൺ? ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൊരു തോൽവി അതെന്തായാലും ചർച്ചയാവും. ഇതിനൊപ്പം തന്നെ ഈ MV ഗോവിന്ദൻ്റെ RSS പരാമർശവും ചർച്ചയാവാൻ സാധ്യതയുണ്ട് വരണേ. വെങ്കി, ഇതിലിപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നിപ്പോൾ വീണ്ടും CPM സംസ്ഥാന കമ്മിറ്റി നടക്കുകയാണ്. 2 ദിവസമാണ് സംസ്ഥാന കമ്മിറ്റി നടക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ ഏറെ ചർച്ചയാകാൻ പോകുന്നത് നിലവിലെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തോൽവി തന്നെയാണ്. എന്തായാലും അത് വിശദമായിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി എന്തായാലും വിശദമായിട്ട് പരിശോധിക്കും. എവിടെയാണ് പരാജയത്തിൻ്റെ ആഘാതം എവിടെയാണ് സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ സെക്രട്ടേറിയറ്റിൽ ഈ പരാജയം കണക്കിലെടുത്തിരുന്നു, ചർച്ചയായിരുന്നു. അതിൽ സൂചിപ്പിച്ചത് ഒരു വിരുദ്ധത, എന്തായാലും സർക്കാരിനെതിരെയുള്ള ജനവിധിയല്ല നിലമ്പൂരിൽ ഉണ്ടായതെന്നുള്ളത് തന്നെയാണ് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുള്ള ചർച്ചയിൽ പരാമർശിച്ചിരിക്കുന്നത്. എന്തായാലും അത് തന്നെയായിരിക്കും വീണ്ടും സംസ്ഥാന കമ്മിറ്റിയിൽ എന്തായാലും ഉണ്ടാവുക. എന്തായാലും നിലമ്പൂരിൻ്റെ ഒരു പൊതു സവിശേഷത കണക്കിലെടുത്തിട്ടുള്ള ഒരു വിധിയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പാർട്ടിയിലെ എല്ലാ പ്രവർത്തകരും അത് നേതാക്കളും ഒക്കെയും ചർച്ചയായിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇന്നിപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് തോൽവി എന്തായാലും വീണ്ടും ചർച്ചയാകുമെന്നുള്ളതാണ്. അതിലുപരി ഈ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റുള്ള MV ഗോവിന്ദൻ നടത്തിയ പരാമർശം ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. പ്രത്യേകിച്ചും അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ RSSുമായിട്ടും അന്നത്തെ ജനസംഘമായിട്ടൊരു ഒരു ചർച്ചയുണ്ടായിരുന്നു, ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞത്. അത് വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ മുഖ്യമന്ത്രി അതിനെ തിരുത്തിക്കൊണ്ട് വന്നത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്തായാലും സംസ്ഥാന കമ്മിറ്റിയിൽ ഇത് സംബന്ധിച്ച് ചർച്ച ഉയരുമ്പോൾ അതിനെന്തായാലും വിശദീകരണം നൽകിയേക്കുമെന്നുള്ള സൂചനയാണ് നിലവിൽ വരുന്നത്. മാത്രമല്ല, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തോൽവിയെ സംബന്ധിച്ച് ഉപരിയായിട്ട് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഇന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ചയാകുമെന്നുള്ളത് തന്നെയാണ് നിലവിൽ സംസ്ഥാന കമ്മിറ്റി സംബന്ധിച്ച് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. വെങ്കയ്യ റോഷി. ഓക്കെ അരുൺ, മറ്റൊന്ന് ഈ ഭാരതാംബ വിവാദം അത് രാജ്ഭവനിൽ പുറത്തേക്ക് കടന്നിരിക്കുന്നു. തലസ്ഥാനത്ത് ഇപ്പോൾ KSU വിദ്യാഭ്യാസ ബന്ദാണ്. ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച KSU പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബന്ദ് അല്ലേ? ഈ ഭാരതാംബ വിവാദം പുതിയ ഗവർണറായിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വന്നപ്പോൾ തന്നെ ഉടലെടുത്ത ഒരു സംഭവമാണ്. അത് രാജ്ഭവനിൽ നിന്ന് ഇപ്പോൾ തെരുവിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നേരത്തെ മന്ത്രി V ശിവൻകുട്ടി കോഴിക്കോട് നിന്ന് തിരിച്ച് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ തന്നെ SFI AVP പ്രവർത്തകർ തെരുവിൽ തമ്മിൽ തല്ലുകൂടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. മന്ത്രി V ശിവൻകുട്ടി കോഴിക്കോട് വന്നപ്പോഴും സമാനമായിട്ടുള്ള സംഭവമൊക്കെ ഉണ്ടായി. തുടക്കത്തിൽ മന്ത്രി P പ്രസാദ് ആയിരുന്നു ഈ രാജ്ഭവൻ നടന്ന ചടങ്ങ് ബഹിഷ്കരിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തിയത്. ഇതോടുകൂടിയാണ് ഭാരതാംബ വിവാദം വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ചും സെനറ്റിൽ കേരള സർവകലാശാലയിൽ ഭാരതാംബയുടെ പടം വെച്ചുകൊണ്ട് പുഷ്പാർച്ചന നടത്തുകയും വിളക്ക് കൊളുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായി. പ്രത്യേകിച്ചും അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം ആഘോഷിക്കുന്ന അനന്തപത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച ഒരു ചടങ്ങിലായിരുന്നു ഇന്നലെ ഗവർണർ പങ്കെടുത്തത്. തുടർന്ന് സർവകലാശാലയ്ക്ക് പുറത്ത് KSU SFI പ്രവർത്തകർ ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തുകയും പോലീസ് സമരത്തെ അടിച്ചമർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പ്രവർത്തകരെ അതിൽ പങ്കെടുത്തിട്ടുള്ള RSS ഗുണ്ടകൾ KSU പ്രവർത്തകരെ മർദ്ദിച്ചു എന്നുള്ളത് ആരോപിച്ചാണ് നിലവിൽ ഇന്നിപ്പോൾ തലസ്ഥാനത്ത് KSU പ്രവർത്തകർ ഇപ്പോൾ വിദ്യാഭ്യാസ ബന്ദ് ഇന്നിപ്പോൾ ആചരിക്കുന്നത്. എന്തായാലും ഇന്ന് KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി യൂണിറ്റ് തലത്തിൽ തന്നെ ഒരു പ്രതിഷേധ സംഗമം കൂടി നടത്താൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിൽ വരുന്ന ദിവസങ്ങളിൽ ഈ ഭാരതാംബ വിവാദം വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നിപ്പോൾ